ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് എത്തിച്ച ചീറ്റകളിലൊന്നുകൂടി ചത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ രണ്ടാമത്തെയും 4 മാസത്തിനിടെ 8ാമത്തെയും ചീറ്റയാണ് ഇതോടെ ചത്തത്. ഇന്നലെ പുലർച്ചെയോടെയാണ് ആഫ്രിക്കൻ ചീറ്റയായ സൂരജിനെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ദേശീയ പാർക്കിൽ മറ്റൊരു ആൺചീറ്റയായ തേജസിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഒരു പെൺചീറ്റയുമായി അക്രമാസക്തമായ പോരാട്ടത്തിന് ശേഷമുണ്ടായ ഷോക്കിനെ തുടർന്നാണ് തേജസ് മരണപ്പെടുന്നത്. ഇതിനു പിന്നാലെയാണ് തേജസ് ചത്ത് 3ാം ദിവസം വീണ്ടും ഒരു ചീറ്റ ചാകുന്നത്. ഏതാനും മാസങ്ങൾക്കിടെ കുനോയിൽ ചാകുന്ന 8ാമത്തെ ചീറ്റയാണ് സൂരജ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച തേജസ് എന്ന ചീറ്റ ചത്തിരുന്നു. സാഷ എന്ന് പേരിട്ടിരുന്ന ഒരു പെൺചീറ്റ മാർച്ച് 27-ന് വൃക്ക രോഗത്തെ തുടർന്നും ചത്തിരുന്നു. പിന്നീട് ഏപ്രിൽ 23-ന് ഉദയ് എന്ന മറ്റൊരു ആൺചീറ്റ ഹൃദയശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണവും ചത്തു. മെയ് 9-ന് മറ്റൊരു ചീറ്റയുടെ ആക്രമണത്തിൽ ഒരു പെൺചീറ്റയും ചത്തു. കൂടാതെ ജ്വാല എന്ന പെൺചീറ്റയ്ക്ക് ജനിച്ച 4 കുഞ്ഞുങ്ങളിൽ 3 എണ്ണവും ചത്തിരുന്നു. കടുത്ത കാലാവസ്ഥ സഹിക്കാനാകാത്തതും നിർജ്ജലീകരണവുമാണ് അതിനൊന്ന് അധികൃതർ കാരണമായി പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ചീറ്റകളുടെ മരണസംഖ്യ ഉയരുന്നത് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നതിന് ഇടയാക്കുന്നുണ്ട്. നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 2 ബാച്ചുകളിലായി 20ഓളം ചീറ്റകളെയാണ് രാജ്യത്ത് എത്തിച്ചിരുന്നത്. ആദ്യ ബാച്ചിൽ 8ഉം 2ാം ബാച്ചിൽ 12 ചീറ്റകളാണ് എത്തിയത്. ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച 70 വർഷങ്ങൾക്ക് ശേഷമാണ് ചീറ്റകൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും എത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചത്ത ചീറ്റയുടെ മരണകാരണം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ.